ആലപ്പുഴ ചേർത്തലയിൽ വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളയാളുടെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിലാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. മാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുവളപ്പിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷൈജു, ഈ അസ്ഥികൂടം ആരുടേതാണെന്നാണ് പോലീസ് കരുതുന്നത്? എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? ജീന, അതായത് ഈ ഏറ്റുമാനൂരുള്ള ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട കോട്ടയം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണമാണ് ഈ സെബാസ്റ്റ്യന്റെ വീട്ടുപറമ്പിൽ ഈ അസ്ഥികൂടം കണ്ടെത്തുന്നതിലേക്ക് എത്തിയത്. ആദ്യം അസ്ഥികൂടം കണ്ടെത്തുമ്പോൾ അത് മനുഷ്യന്റേതാണോ എന്ന് ഉറപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തെ കടമ്പ. അത് മനുഷ്യന്റേതാണ് എന്ന് ഉറപ്പിച്ചു. ഇനി അത് DNA പരിശോധന നടത്താൻ. കാരണം ഈ സെബാസ്റ്റ്യൻ ഈ ജാനമ്മ തിരോധാന കേസിൽ മാത്രമല്ല, ചേർത്തല സ്വദേശി ബിന്ദു തിരോധാന കേസിലെയും പ്രതിയാണ്. അതുകൊണ്ട് ഇത് ബിന്ദുവാണോ ജാനമ്മയാണോ എന്ന് ഉറപ്പുവരുത്തണം. അക്കാര്യത്തിന് വേണ്ടിയിട്ട് DNA പരിശോധന എന്ന ശാസ്ത്രീയ പരിശോധനയിലേക്ക് അയക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള പരിശോധന ഫലം വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്ക് പോലീസ് കടക്കേണ്ടി വരും. സെബാസ്റ്റ്യൻ ഇപ്പോൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതനുസരിച്ച് പോലീസ് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തണം എന്നാണ്. അതിനു വേണ്ടിയിട്ട് സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ ഒരുപക്ഷെ കോട്ടയത്ത് എത്തിച്ചിട്ടായിരിക്കും ചോദ്യം ചെയ്യുക. ഈ രക്തക്കറ കണ്ടെത്തിയത് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് പോലീസ് കടക്കുക. ഏതായാലും ശാസ്ത്രീയ പരിശോധനാ ഫലം വരാതെ ഇത് ആരുടെ മൃതദേഹമാണ്, അസ്ഥികൂടമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. അതിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരി ഷൈജു, ഏതായാലും ഇതിൽ അന്വേഷണം നടക്കുകയാണ്.